എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലക്കട്ട് മാടമന ശങ്കരനാരായണ നമ്പൂതിരി പയ്യന്നു. ശ്രീമദ് ഭഗവത്ഗീത 700-ൽ പരം ശ്ലോകങ്ങളോട് കൂടിയ ഈ ഒരു ഗ്രന്ഥം മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ 25-ാമത്തെ അധ്യായം തൊട്ട് 43-ാമത്തെ അധ്യായം വരെയുള്ള 18 അധ്യായങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. വേദവ്യാസ മഹർഷി നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് പകർന്നു തന്നിട്ടാണുള്ളത്. അത്തരത്തിലുള്ള ആ വേദവ്യാസ മഹർഷിയെ ഒന്ന് സ്മരിക്കേണ്ടതുണ്ട്. ആ ഒരു ശ്ലോകമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. നമഃ അസ്തു തേ വ്യാസ വിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതഃ ജ്ഞാനമയ പ്രദീപ. ഇവിടെ വ്യാസ എന്ന വാക്കും അതുപോലെ വിശാലബുദ്ധേ എന്ന വാക്കും ഫുല്ലാരവിന്ദായത പത്രനേത്ര എന്ന വാക്കും സംബോധനയാണ്. വിടർന്ന താമര ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയ വിശാലബുദ്ധിയായ അല്ലയോ വ്യാസഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. അങ്ങാണല്ലോ ലോകമാകുന്ന നിലവിളക്കിൽ മഹാഭാരതമെന്ന എണ്ണ നിറച്ച് ജ്ഞാനമാകുന്ന മഹാദീപത്തെ തെളിയിച്ചത്, ജ്വലിപ്പിച്ചത് എന്നൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വേദവ്യാസ മഹർഷിയാണ് നമുക്ക് ഇത്തരത്തിൽ മനോഹരമായ ശ്ലോകങ്ങളോട് കൂടിയ ഒരു ഗ്രന്ഥത്തെ നൽകിയത്. അത്തരത്തിലുള്ള ആ വേദവ്യാസ മഹർഷിയെ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. നന്ദി, നമസ്കാരം.